അങ്ങോട്ട് കേറ്. കേറി ചേട്ടാ. ഇയാൾ ഇതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യാ? വണ്ടി നീ എവിടേക്ക് നുഴഞ്ഞു കയറണേ? നീ എന്താ പാകിസ്ഥാന്റെ ആളാ? നുഴഞ്ഞു കയറാതെ കാറുകളല്ല. ഞാൻ വണ്ടി കയറാൻ വന്നതാ. ദേ വണ്ടി പോയി. ഞാൻ എന്ത് ചെയ്യും? ഓ, വണ്ടി കയറാൻ വേണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇതേ റോട്ടിൽ ഇറങ്ങിക്ക്. വല്ലേ തമിഴ വണ്ടി വന്ന് കേറി പൊക്കോളും. ഒരു പാക്കറ്റ് വിൽസ് 100 രൂപ കഴിഞ്ഞുണ്ടാവല്ലോ അല്ലേ? എത്രയായി? 20. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. സിഗരറ്റിന്റെ കാശാരെ മുങ്ങാൻ നോക്കുന്നു. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. 20 രൂപയ്ക്ക് വരും ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തുപോയി. ഇത് ഇവനെ പോലുള്ളവരുടെ സ്ഥിര പരിപാടിയാ. മര്യാദക്ക് കാശ് കൊടുത്തിട്ട് പോടാ. അങ്ങനെ പറയരുത് ചേട്ടാ. ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നു ചേട്ടനല്ലേ. എനിക്ക് ശ്ലോകം അറിയാം. ഓം സത്സവതൂർപരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ യോ. നിന്നെ കണ്ടിട്ട് കള്ള ലക്ഷണമുണ്ടല്ലോ. അത് എന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റ. ചേട്ടൊരു പണിയെ ഈ വിളിച്ച് തിരിച്ചെടുത്തോ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. പള്ളി എവിടെയാ? അയ്യോ, ഇതെടുക്കരുത്. ആകപ്പാട് കൂടി കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാനുള്ളതാ. കല്ലൂർക്കാരന്റെ വീടോ? അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാരന്റെ വകയിലൊരു റിലേറ്റീവ്സാ. അനീന സ്വന്തം ബ്രദർ. ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാരനോട് കാര്യം പറയരുത്. കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വലിയ കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ? വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ. എന്നിട്ട് അതിന്റെയും കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ ഞാൻ കുട്ടിക്കണ കഞ്ഞിയില്ല. എന്തിന് കല്ലിട്ടുള്ള ചേട്ടാ? ഇതെന്താ ജറ്റർ പൈസോ? പറന്ന് മോളി പോലോ. ഒന്ന് സ്ലോലി പോ. എന്തിനാ സ്ലോയിൽ പോണത്? അല്ല, വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിനും സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. 20 രൂപ പറയണട്ടോ. കാശില്ലല്ലേ? എങ്ങനെ മനസ്സിലായി? എങ്ങോട്ടാ പോകേണ്ടത്? കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരനെ അറിയോ? കല്ലൂർക്കാരന്റെ ആരാ? വകയിലൊരു ബന്ധുവാ. വേണമെങ്കിൽ അനീനാന്ന് പറയാം. അയ്യോ, ഇയാളെവിടെ ഓട്ടർഷിട്ട് മോളി പോയോ? ഓട്ടേട്ടാ. അയ്യോ ചേട്ടാ. ഈശ്വര, ഇത് എന്തൊരു നാട്! വഴി വെച്ച വണ്ടിയിട്ട് ഓടണം തെണ്ടികളോ. ഹായ് അപ്പൂപ്പൻ്റെ അടി. നല്ല രസം. മാഷേ, ഞാൻ ഈ കല്ലൂർക്കാരന്റെ അനീന. കല്ലൂർക്കാരന്റെ വീട് ഏതാ? എന്തോ? ഞാൻ ഈ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്? സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി. ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി. ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാൻ നല്ല സുഖമുണ്ട്. യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ കളി. അതെ മാഷേ, ഈ കല്ലൂർക്കാരന്റെ വീടേതാ? കല്ലൂർക്കാരൻ അറിയോ? അറിയുന്നോ? കല്ലൂർക്കാരന്റെ ആരാ? വകയിലൊരു അനീന. നാട്ടീന്നാ. ഏത് വകയില്? വകയിൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും. അനിയൻ. അനിയൻ. എന്താ പേര്? സത്യനാരായണൻ. ബ്രാഹ്മണനാ. സംശയിക്കണ്ട, ശുദ്ധ ബ്രാഹ്മണൻ. അച്ഛന്റെ അതേ കളറാ, ഗ്യാരണ്ടി കളറേ. ഇവന്മാരാണോ കല്ലൂർക്കാരന്മാര്? അയ്യോ, ഞാൻ കല്ലൂർക്കാരന്റെ ആരുമല്ല. എന്റെ പൊന്നു സാറേ, ഞാൻ കല്ലൂർക്കാരന്റെ അനിയനാണ്. 5ാമത്തെ അനിയൻ സത്യ. എനിക്കെല്ലാം അറിയാം. ഈശ്വരാ, ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഇത് 10,000 രൂപയുണ്ട്. കല്ലൂർക്കാരനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ജോണിച്ചൻ തന്നാന്ന് പറഞ്ഞാ മതി. വരട്ടെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, എനിക്കിവിടെ കല്ലൂർക്കാടൻ കമ്പനി ജോലി കിട്ടി. ദിവസവും 10,000 രൂപയാണ് ശമ്പളം. അത് ചിലപ്പോൾ 15 ആകാം, 20 ആകാം. ഇക്കണക്കിന് പോയാൽ അടുത്ത് തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ്. ദിവസവും 3-4 പേരെങ്കിലും എൻ്റെ കാല് പിടിക്കാറുണ്ട്. കല്ലൂർക്കാടൻ മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു.
കല്ലൂർക്കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുതെന്ന് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ ബികോം. കല്ലൂർക്കാടന്മാരുടെ അനിയന. ഒരു ലാർജ്. എന്തിനാ സാറേ ആളെ കളിയാക്കണത്? ചേട്ടന്മാർക്കത് പതിവുള്ളതാ. കുടിക്കണില്ലേ? പിന്നെ സാധാരണ കല്ലൂർക്കാടന്മാർ വന്ന ഒരു 3-4 സോഡാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട്. സാറങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാനൊരു 3-4 ബീറ് കുപ്പിയെങ്കിലും പൊട്ടിക്കണം. നിർത്തണ പട്ടികളെ! ആരുടെ കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാനുള്ളേ? ഉണ്ടെങ്കിൽ വാടാ. എന്താണ് നീ നോക്കി പഠിപ്പിക്കണത്? ആരുള്ള വെച്ച് വാടാ ചങ്കുച്ചളന്മാരുണ്ടെങ്കിൽ കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാൻ ഇതാർക്കണത്? ഒരു പുല്ലുകൾ ഇവിടെ തിന്നണ്ട. ആരാണുള്ളേ? ഞാൻ ആരാണെന്ന് പറയാ അപ്രേക്ഷ മക്കളെ. ഞാനാണ് കല്ലൂർക്കാരൻ 5ാമത്തെ അനിയൻ. പേര് സത്യ. വാടാ പുല്ല കുത്തി മലർത്തി ഞാൻ. ആരാണുള്ളേ? ചങ്കുച്ചളന്മാരെ വാടാ. ആർക്കാണ് സംശയം? ഒരു പുള്ളും കൂടെ എടുക്കണ. ഞാൻ ഇനിയും വരും. ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർക്കാടന്മാർക്ക് എന്റെ 1000 നന്ദി. ആരുള്ളേ? റോട്ടിൽ കൂടിയാണോ സൈക്കിൾ ഓടിക്കണേ? പിന്നെ അല്ലാതെ എന്താണ് നിന്റെ സൈക്കിളിന്റെ ലൈറ്റ് കത്തി? പകൽ എന്തിനാ ഏട്ടാ ലൈറ്റ്? ഓഹോ, പകല് ലൈറ്റ് വേണ്ടല്ലേ? ഇവിടേക്ക് ഒരുപാട് കാറ്റുണ്ടല്ലോ. പിന്നെ നിന്റെ ടയറിന് എന്തിനാണ് കാറ്റ്? പൊന്നി ഏട്ടാ അയക്കല്ലേ? കടന്നു പണിക്കൊത്താൻ ഇതെന്താണ് കച്ചവടത്തിന് പോണ? കല്ലൂർക്കാരന്മാരെ, ചന്ദ്രാപ്പിനിക്കാരോട് കളി വേണ്ട. ഇത് ഞങ്ങളുടെ ഏരിയ. ഇവിടെ കിടന്ന് വേഷം കെട്ടിയോ മുത്ത കീറോ എല്ലാത്തിനെയും കീറിക്കളയാൻ ഞങ്ങൾ എന്താ കടലാസ? എടാ ചന്ദ്രാപ്പി, നിന്റെ ഒരു കാലം കഴിഞ്ഞ് തല്ലി ഓടിക്കാനുള്ള കൊട്ടേഷനുമായിട്ടാ കല്ലൂർക്കാരന്മാർ വന്നിരിക്കുന്നത്. മിക്കവാറും അതും കൊണ്ടേ ഞങ്ങൾ പോകും. വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണത്? ആ കൈയും കാലം കൊണ്ട് ഊരി തന്നെ. ഇന്നടാ പിടിച്ചോ കാല്.
മുതലാളി പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാലം കഴിഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സണ്ണിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കല്ലൂർക്കാടന്മാരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്. പോയിട്ട് കാര്യമുണ്ടെന്ന് ഇഷ്ടാ. അപ്പളേ ആ കാശ കിട്ടിക്കൊള്ളായിരുന്നു. ഏത് കാശ്? ഏത് കാശെന്നോ മുതലാളി? കല്ലൂർക്കാടന്മാരുടെ വേഷം കെട്ടുകൊണ്ട് കേട്ടോ. തല പിടിച്ചിടിച്ചാ മതിലിട്ട് പഠിച്ചെടുക്കും. ചൂടാകാതെ കല്ലൂർക്കാടാ. ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അനിയനാ? ഏതനിയൻ? അഞ്ചാമത്തെ അനിയൻ. അഞ്ചാമത്തെ അനിയനോ? ആ മനസ്സിലായി നമ്മുടെ അഞ്ചാമത്തെ അനിയൻ. എടോ മുതലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശ വാങ്ങിച്ചു വെച്ചാ കൂട്ടിന് പീര ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? വന്നേ